ബിഗ് ബോസ് മലയാളം സീസൺ 7 ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്ന എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ എനിക്കിതിൽ സംസാരിക്കാനുള്ളത് നമ്മുടെ ലാലേട്ടൻ അനീഷിനെ വഴിതെറ്റിക്കാൻ നോക്കിയിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. സംശയമല്ല, ഏറെക്കുറെ ഉറപ്പാണ്. നിങ്ങൾക്ക് എപ്പിസോഡ് കണ്ടതിന് ശേഷം എന്ത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ പറയണം. അതായത് ജനപിന്തുണ ഇത്രയും കിട്ടുന്ന ഒരു കണ്ടസ്റ്റൻസ്, അതും 2 ആഴ്ചക്കുള്ളിൽ ഇത്രയും ജനപിന്തുണ കിട്ടുന്നു എന്ന് പേടിച്ചിട്ട് ബാക്കി കണ്ടസ്റ്റൻസിന് കുറച്ച് സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണോ ഈ ഒരു വഴിതിരിച്ചു വിടലെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്കത് സംസാരിക്കാം. അതിനു മുമ്പ് BBM ടോക്ക് വിത്ത് പ്രശു എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ എന്താണ് വിഷയം എന്ന് പറയാം. അതിനു മുമ്പ് രാവിലെ തന്നെ, ഇന്നത്തെ ഷൂട്ട് നടക്കുന്നതിന് മുമ്പ് രാവിലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനീഷും ഷാനവാസും തമ്മിൽ. ആക്ച്വലി ഷാനവാസ് അവിടെ കിടക്കുമ്പോഴത്തേക്ക് അനീഷ് എന്നിട്ട് എടാ നിന്റെ ജോലി എന്തോ ചെയ്യാൻ പെൻഡിങ് എന്തോ ഇട്ടായിരുന്നു, എടാ ഇത് നിന്റെ ജോലിയാണ്, കഴുതയെ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് കഴുതേന്ന് വിളിച്ചു. ഷാനവാസിന് രാവിലെ മൂഡ് അത്ര ശരിയല്ലായിരുന്നു. രാവിലെ നമ്മളെല്ലാവരും ഉറക്കണിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ടായിരിക്കുമല്ലോ, ഒന്ന് ഇതായി വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. പുള്ളി പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, പുള്ളി പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. പക്ഷെ അനീഷ് പ്രതീക്ഷിച്ചില്ല അത്തരത്തിലുള്ളൊരു റിയാക്ഷൻ, പെട്ടെന്ന് പ്രതീക്ഷിച്ചതുമില്ല. നീ പോയി നിന്റെ തന്തയെ വിളിക്കടാ കഴുതയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അനീഷിന് ഭയങ്കരമായിട്ട് ഫീൽ ആയി കേട്ടോ. പിന്നെ കുറച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്, അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അനീഷിനെ വിഷമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പക്ഷെ അത് കുറച്ച് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സോർട്ട് ഔട്ട് ആയി. അത് കഴിഞ്ഞിട്ട് അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് ഫ്രണ്ട്ഷിപ്പ് ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഷാനവാസ് പറയുകയും ചെയ്തു, അനീഷ് നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇത് അനീഷിന്റെ ഫുൾ ഗെയിം മാത്രമാണ്, എനിക്ക് ഇന്ന് ഡേ 1 മുതൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ എനിക്കറിയാം എങ്ങനെയാണ് നമ്മുടെ അനീഷിനെ ട്രീറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഹൗസ് മേറ്റ്സ്, അത് ശരിയാട്ടോ, ബാക്കിയുള്ള ഹൗസ് മേറ്റ്സ് അതുകൂടാതെ അനുവും, ഇവർ രണ്ടുപേരും അനീഷിനെ വളരെ നന്നായിട്ട് ആക്ച്വലി ട്രീറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഹൗസ് മേറ്റ്സ് ട്രീറ്റ് ചെയ്യുന്ന കണക്ക് അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും അത് ആദ്യം നടന്നൊരു സംഭവമാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും എൻ്റെ മെയിൻ മാറ്ററിലേക്ക് ഞാൻ വരാം. അതായത് ഇന്നൊരു സംഭവം ഉണ്ടായത്, അനീഷിനെ ലാലേട്ടൻ പിടിച്ചു നിർത്തുന്നു. അനീഷ് എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഈ കളിക്കുന്ന ഗെയിം കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ അനീഷ് പോകുന്നത്? അപ്പൊ അനീഷ് പറയുന്ന കോൺഫിഡന്റ് ആയിട്ട്, ഞാൻ സാധാരണക്കാരിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ്, ഞാൻ കളിക്കുന്ന ഗെയിം തീർച്ചയായിട്ടും നല്ല രീതിയിലാണ് പോകുന്നത്. അതിനു മുമ്പ് ലാലേട്ടൻ ആദ്യം തന്നെ എന്തിന് റെപ്രസെന്റ് വന്നതാണെന്ന് അറിയാലോ, ഈ 5 വർഷം പഠിച്ചിട്ടല്ലേ വന്നത്, നമ്മുടെ ജോലിയെല്ലാം രാജിച്ചു വെച്ചിട്ടല്ലേ വന്നത്, സോ ഒരുപാട് പ്ലാനിങ്ങുമായിട്ടാണോ വന്നത്? പറഞ്ഞാൽ അല്ല ലാലേട്ടൻ, അങ്ങനെ പ്ലാനിങ് പ്രത്യേകിച്ചൊന്നുമില്ല, ഫ്ലോയുമായിട്ട് പോവുക, എല്ലാവരും ജനപിന്തുണ നേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലക്ഷ്യമെന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ടിട്ട് അനീഷിന് അവസാനം വീട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ ഈ വീഡിയോ വാളിനകത്ത് വീഡിയോ പ്ലേ ചെയ്യിപ്പിച്ചു. അതായത് അനീഷ് കീപ്പായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സെന്റൻസുകളും, മറ്റേ പണിപ്പുര ടാസ്കിൽ അത് കൊളവാക്കാൻ അനീഷ് എനിക്ക് 1ാം സ്ഥാനം വേണം, എനിക്ക് 1ാം സ്ഥാനം വേണം എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം ചോദിച്ചുകൊണ്ടിരുന്ന ആ ഒരു സീക്വൻറ്റും ഇതെല്ലാം ഇട്ട് അനീഷിനെ കാണിച്ചു കൊടുത്തു. സ്വാഭാവികമായിട്ടും അനീഷിനെ, അതായത് അനീഷ് ഇപ്പൊ ചെയ്യുന്ന പരിപാടി തെറ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ലാലേട്ടൻ പ്ലേ ചെയ്തത്, അതായത് ബിഗ് ബോസ് ടീം പ്ലേ ചെയ്തത്. ഓക്കെ, അപ്പൊ ലാലേട്ടൻ ഉടനെ അനീഷ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ എനിക്ക് എന്നെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അരോചകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതായിരുന്നു അവർ ബിഗ് ബോസ് ടീമിലും ലാലേട്ടനും ഒക്കെ വേണ്ടിയിരുന്നത്. അതായത് ഈ സംഭവം, ഈ ചെയ്യുന്ന രീതി പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എക്സാക്ട്ലി പറയാം, ഞാനിപ്പോൾ 15 ദിവസത്തിൽ കൂടുതലായി നമ്മുടെ ബിഗ് ബോസ് ഷോ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട്, അതായത് 2 ആഴ്ചയായി ഷോ തുടങ്ങിയിട്ട്. ഇത് റിവ്യൂ ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി അനീഷിന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതും ഒരു സാധാരണക്കാരിൽ നിന്ന്, ഒരു തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഒരു സെലിബ്രിറ്റി എന്നുള്ള ഒരു ഇതുമില്ലാതെ വന്ന ഒരു വ്യക്തിക്ക് ഇത്രയും പെട്ടെന്ന് ഒരു പോപ്പുലാരിറ്റി വരിക. ഞാനിടുന്ന എൻ്റെ വീഡിയോക്കകത്ത് വരുന്ന 80% കമന്റ്സ് അനീഷിന്റെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ആണ്. സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും അനീഷിനെ പറ്റി പറയുന്നതിനുള്ള മാത്രം കമന്റ്സുകളെ ഞാൻ കാണുന്നുള്ളൂ. വിച്ച് മീൻസ് എനിക്ക് ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട് മനസ്സിലായിട്ടുണ്ട് ദാറ്റ് അനീഷിന് നല്ലൊരു ഹ്യൂജ് സപ്പോർട്ട് ഉണ്ട്. ഇത് ബിഗ് ബോസ് ടീമിനും മനസ്സിലായിട്ടുണ്ട്. ബാക്കി ഒരു കണ്ടസ്റ്റൻസിനും ആരും അനീഷിന്റെ 7 അയലത്ത് വന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെന്നും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് മുകളിലേക്ക് കയറി വരാൻ പറ്റുന്നില്ല എന്നും ഏഷ്യൻ ടീമിന് മനസ്സിലാക്കി. അതിന് അനീഷിനെ വഴിതെറ്റിച്ചു വിടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇന്ന് ആ വീഡിയോ പ്ലേ ചെയ്തതും. അവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും, പക്ഷെ നമുക്കത് എന്റർടൈൻമെന്റ് ആയിട്ടാ തോന്നിയത്, അല്ലേ? മറ്റേ നമ്മുടെ രേണു സുധിന്റെ ഒക്കെ മറ്റേ നീ കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു, അതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാ ചെയ്തത്, അല്ലേ? അതൊക്കെ ഒരുപക്ഷെ പുള്ളിക്കാരന്റെ ജനപിന്തുണ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ആ സ്ട്രാറ്റജി ഇനി അനീഷ് മാറ്റൂ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം അനീഷിന്റെ ആ സ്ട്രാറ്റജി മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അനീഷിന്റെ ഒരു ജനപിന്തുണ കുറയാനുള്ള ഒരു ചാൻസസും പോസിബിലിറ്റീസും ഉണ്ട്. ഇതാണ് ബിഗ് ബോസ് ടീമിന് നിലവിൽ വേണ്ടത്.
എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും പറയണം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബിൻസിയാണ് എലിമിനേറ്റ് അയക്കുന്നത്. ബിൻസി എലിമിനേറ്റ് ആയി പോയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചത് ശൈത്യ ഔട്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇനി നാളെ ഒരു എലിമിനേഷനും കൂടെ ഉണ്ട്, ആരാണെന്ന് അറിയത്തില്ല. സോ എന്തായാലും ബിൻസിയാണ് ഔട്ട് ആയിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ടാസ്ക് നടന്നു. ആ ടാസ്കിൽ നടക്കുന്നതിന് തൊട്ട് മുമ്പിട്ട് വേറൊരു വിഷയം, നമ്മുടെ അനുവും നമ്മുടെ ജിസയിലും തമ്മിലുള്ള മെയിൻ വിഷയത്തിലേക്ക് കടന്നു. അതായത് എന്റെ നിലപാട് ഈ കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. ഞാൻ അനുവിന്റെ ഭാഗത്താണ് കേട്ടോ. കാരണം ബിഗ് ബോസ് ടീമിനെ കൊണ്ട് ജിസയിലിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ജിസയിലിന് ഓൾറെഡി ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വാണിംഗ് കൊടുത്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഡെയിലി ബിഗ് ബോസ് വാണിംഗ് കൊടുത്തതാണ്. മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്യാൻ പാടില്ല, മേക്കപ്പ് ഐറ്റംസ് കയ്യിൽ വെക്കാൻ പാടില്ല, എല്ലാം തിരിച്ചു കൊടുത്തു വിടണം. ഇതൊന്നും പാലിക്കാതെ അവസാനം ബിഗ് ബോസിന് ഷോ വരെ നിർത്തി വെക്കേണ്ട ഒരു സംഭവം കൂടി വന്നായിരുന്നു, ഓർമ്മയില്ലേ? എന്നിട്ട് പോലും അവരത് ഫോളോ ചെയ്യുന്നില്ല, ജിസയിൽ അത് ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും തോന്നുന്ന ഒരു വികാരമാണ് അനുവിനുണ്ടായിരിക്കുന്നത്. എന്ത് വികാരം? സ്വാഭാവികമായിട്ടും നമുക്കൊന്നും കിട്ടാത്ത എന്ത് പ്രിവിലേജ് ആണ് ഈ ജിസയിൽ ബിഗ് ബോസ് ടീം കൊടുക്കുന്നത്. സത്യത്തിൽ ഈ ജിസയിലിന്റെ ഓമന പുത്രി കേട്ടോ ഈ നമ്മുടെ ജിസയിൽ എന്ന് പറയുന്നത്. ഇന്ന് തന്നെ ലാലേട്ടൻ ട്രീറ്റ് ചെയ്ത രീതി ഉണ്ടല്ലേ, അവര് ഒരു രീതിയിൽ ഒന്നും വിഷമിപ്പിക്കാണ്ട് എന്നാ ഒന്ന് പറഞ്ഞു എന്ന് പ്രേക്ഷകർക്ക് തോന്നണം എന്നുള്ള രീതിയിൽ ഒരു ഒഴുക്കൻ മട്ടിലാണ് ജിസയിലിനോടുള്ള ചോദ്യം ചോദിച്ചത്. അതല്ലെങ്കിൽ ഇത്രയും വാർണിംഗ് കൊടുത്ത വേറൊരാളാണെങ്കിൽ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കത്തില്ല. ഇതൊന്നും ഇല്ല, ഒരു ഒഴുക്കം മട്ടിന് അവരെ ഒന്ന് സുഖിപ്പിച്ചെന്ന് പോകുന്ന രീതിയിലാണ്. എന്താണ് ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്നിട്ട് മാക്സിമം അനു CID നടത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ കളിയാക്കലും കുറെ ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ഒരു കൺഗ്രാചുലേഷൻ ലാലേട്ടന്റെ വക കൊടുക്കുകയും ചെയ്തു. അതാകുമ്പോഴത്തേക്ക് അപ്പൊ പിന്നെ പ്രേക്ഷകർ പറയത്തില്ലല്ലോ, ബിഗ് ബോസ് ടീമിനെ കുറ്റം പറയത്തില്ലല്ലോ, അനുവിന് ഒന്നും അപ്രീസിയേഷൻ ഒന്നും കൊടുത്തില്ല എന്നൊന്നും പറയില്ല. അതിന് വേണ്ടിയിട്ട് അനുവിനെ പറയുകയും ചെയ്തു. പകരം അനു പറഞ്ഞിട്ടുള്ള എല്ലാ കൊള്ളരുതായ്മകളും വീഡിയോയിലിട്ട് അനുവിനെ കംപ്ലീറ്റ് നാറ്റിച്ച് ജിസയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കി കൊടുത്തു. എന്നാൽ അവരെ സന്തോഷിപ്പിക്കണമല്ലോ, അതാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായതാണ് കേട്ടോ, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾ എന്താ അഭിപ്രായം നിങ്ങളും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. സോ അതെനിക്ക് അനുവിന്റെ ഭാഗത്ത് ആണ് 100% ഉറപ്പെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞതിന് ശേഷം അറിയാലോ, ഹൗസ് മേറ്റ്സിന് 80% ഹൗസ് മേറ്റ്സിനും ജിസയിലാണ് ഇഷ്ടം. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ജിസയിലാണ് ഇഷ്ടം. അനുവിന് അവിടെ ഇഷ്ടമുള്ള എനിക്ക് തോന്നുന്നു ഷാനവാസിനും അനീഷിനും നമ്മുടെ ആദില നൂറയ്ക്കും പിന്നെ ഷൈത്തിക്കും മാത്രമാണ്. ബാക്കി ആർക്കും അത്ര താല്പര്യം നമ്മുടെ അനുവിനോട് ഇല്ല. ഓക്കെ, അനുവിനെ ഞാൻ വെച്ചാൽ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യാമല്ലോ കേട്ടോ. അനുവിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും തെറ്റുകളൊക്കെ ഉണ്ട്, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ ഏത് സമയങ്ങളൊക്കെ പറഞ്ഞിട്ട് കരയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്താണ്. പ്രത്യേകിച്ച് ബിഗ് ബോസ് ഷോയിൽ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ബോൾഡായിട്ട് നിന്ന് കളിച്ചാലേ മുന്നേറാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് പോവേണ്ടി തന്നെ വരും. ഇതൊക്കെയാണ് സംഭവം ഇന്ന് മെയിൻലി നടന്നത്. പിന്നെ വലിയ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. അനീഷിനെ മാക്സിമം താഴ്ത്തി കെട്ടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പിന്നെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, അതായത് കണ്ടസ്റ്റൻസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ഈ ആഴ്ചയിലെ മികച്ച ബെസ്റ്റ് പെർഫോമർ ആയിട്ട് സെലക്ട് ചെയ്യണം. അതിൽ ഐ തിങ്ക് 5 or 6 വോട്ടോട് കൂടി നമ്മുടെ ജിസയിൽ തന്നെ, ബിഗ് ബോസിന്റെ ഓമനപുത്രി ജിസയിൽ തന്നെ വിജയിച്ചു. സോ ജിസയിൽ വളരെയധികം ഹാപ്പി. 2ാം സ്ഥാനത്താണ് നമ്മുടെ അനീഷ് വന്നത്. അനീഷിന് 5 വോട്ടാണ് കിട്ടിയത്. ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശാരികയുടെയും ശാരിക അല്ല കേട്ടോ, നമ്മുടെ ശരിക ഉണ്ടല്ലോ, സരിക ഉണ്ടല്ലോ, നമ്മുടെ കലാഭവൻ സരിക, ആദില നൂറ, രേണു, അനു, പിന്നെ ഇവരുടെ വോട്ടാണ് അനീഷിന് കിട്ടിയത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്ന് സംഭവം മെയിൻലി നടന്നത്. ഇനി നാളത്തെ എപ്പിസോഡിൽ എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഞാൻ ഉന്നയിച്ച കർഷക വിഷയം ഇതുവരെ ലാലേട്ടൻ എടുത്തിട്ടില്ല. മിക്കവാറും അത് മുക്കൊന്നും എനിക്ക് ഉറപ്പാണ്. കാരണം അപ്പാനി ശരത്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം, അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ബിഗ് ബോസ് ടീമിന്റെ അജണ്ട തന്നെയാണ്. സോ അതുകൊണ്ട് ഇനി അവരൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഫേവറിസം നിന്ന് തന്നെ ഷോ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിഷയം ഒക്കെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ എടുക്കാണ്ട് വിടുന്നത് വളരെ മോശമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പറയാനല്ലേ ഇവിടെ പറ്റൂ. എന്തായാലും എൻ്റെ ആ വീഡിയോ അറൗണ്ട് 15,000 ആൾക്കാർ, 15,000 ആൾക്കാർ കണ്ടു. ഈ 15,000 ആൾക്കാരും അപ്പാനി ശരത്തിന് എഗെയിൻസ്റ്റ് ആയിരുന്നു, ഈ നമ്മുടെ കർഷകരെ അപമാനിച്ചതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അതിലെനിക്ക് ഹാപ്പിയാണ്, ഞാനതിൽ ഭയങ്കര സന്തോഷവാനാണ്. ഓക്കെ, അപ്പൊ എന്തായാലും വീണ്ടും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനും എല്ലാം ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം. അപ്പൊ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ബൈ.